നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിതത്തിൻ്റെ മൂന്നിലൊരു ഭാഗം ഉറങ്ങിയാണ് തീർക്കുന്നത്, അല്ലേ? അതെ. സോ വൈ ഇസ് സ്ലീപ്പ് സോ ഇമ്പോർട്ടൻറ്റ്? അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. 7 റെയിൻബോ റൂൾസിൽ ഇൻഡിഗോ റൂളിൽ വരുന്നൊരു വിഷയമാണ് ഉറക്കം. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിട്ട് ദൈവം എന്തുകൊണ്ട് ഉറക്കത്തെ ക്രമീകരിച്ചു? ദൈവം നല്ലൊരു ആർക്കിടെക്റ്റ് മാത്രമല്ല, ഹീ ഈസ് ഓൾസോ എ ഗ്രേറ്റ് എൻജിനീയർ. നമ്മുടെ ലൈറ്റ് ആൻഡ് ഡാർക്ക് സൈക്കിൾസുമായിട്ട് ബന്ധപ്പെടുത്തി, നമ്മുടെ ഡയോണൽ സൈക്കിൾസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ പ്രധാനമായിട്ടും നടക്കുന്ന 3-4 കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. So what's the most important thing that happens when we sleep? Number 1, restoration. നമ്മുടെ ബോഡിയിൽ കമ്പ്യൂട്ടർ പോലെ ഒരു റിസ്റ്റോർ ബട്ടൺ ഉണ്ട്. കമ്പ്യൂട്ടറിൽ നമ്മൾ റിസ്റ്റോർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എവറിത്തിങ് കംസ് as ന്യൂ. ബട്ട് ഇൻ our ബോഡി ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് 1 ബട്ടൺ നമുക്ക് ഒത്തിരി ജീൻസ് ഉണ്ട്. ഈ ജീൻസ്, ഈ റെസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള ജീൻസ് സ്വിച്ച് ഓൺ ആകുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. സോ ഇറ്റ് ഹെൽപ്സ് ദ ഹോൾ ബോഡി rejuvenate and get restored. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ബ്രെയിനിലെ പ്രോസസ്സിംഗ് ആണ്. ബ്രെയിൻ പ്രോസസ്സിങ്ങിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു നമ്മൾ ഉറങ്ങുമ്പോൾ. ഇതിനൊരു നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും സങ്കീർണമായ ഒരു പ്രശ്നത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ കിടക്കുന്നതെന്ന് വിചാരിച്ചു. നമ്മൾ ഒന്നുകിൽ ഉറങ്ങി നല്ലൊരു റെസ്റ്റ്ഫുൾ സ്ലീപ്പിന് ശേഷം ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ സമയം, അല്ലെങ്കിൽ ഉറങ്ങി എണീക്കുന്ന തൊട്ട് മുൻപുള്ള സമയത്ത് നമുക്ക് ക്രിയാത്മകമായ ഉത്തരങ്ങൾ നമുക്ക് ആ പ്രശ്നത്തിന് ഉത്തരമായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള ബ്രെയിൻ പ്രോസസ്സിങ്ങിൻ്റെ വർധനവ് കാരണമാണ് നമുക്ക് ഈ ക്രിയാത്മകമായ ഉത്തരം എത്തിക്കിട്ടുന്നത്. മൂന്നാമതായ കാര്യം മെമ്മറി കൺസോളിഡേഷനാണ്. അതെ, നമ്മുടെ ഓർമ്മകളും ചിന്തകളും ആ ദിവസം നടന്ന പല കാര്യങ്ങളും നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ തലച്ചോറ് അതിനെ അടുക്കി പറക്കി ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. നല്ല ഉറക്കം കിട്ടാത്ത അവസരങ്ങൾ നമ്മുടെ മെമ്മറിയൊക്കെ ഇച്ചിരി താറുമാറായി പോവും. പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ നമുക്കറിയാം, രാത്രി ഉറക്കം ഉളച്ചൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ഉറക്കക്കുറവ് വർദ്ധിക്കുന്ന അനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള കാര്യക്ഷമതയും കുറയുന്നു. നാലാമത്തെ കാര്യം വേസ്റ്റ് പ്രോഡക്ട്സിൻ്റെ റിമൂവലാണ്. നമ്മൾ ചിന്തിക്കും, ഇതെന്താണ് ഈ വേസ്റ്റ് പ്രോഡക്ട്സ്? യെസ്, നമ്മുടെ ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ ഒരു 2% മാത്രമേ നമ്മളുടെ ബ്രെയിനിന് വെയിറ്റ് ഉള്ളൂ. പക്ഷേ നമ്മുടെ ബോഡി ഉപയോഗിക്കുന്ന എനർജിയുടെ 25% ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന പകൽ സമയത്ത് അതിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് നിർമ്മാർജ്ജനം ചെയ്യാൻ അതിന് സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, ബ്രെയിൻ ശാന്തമാകുന്ന സമയത്ത്, ബ്രെയിനിൻ്റെ റെസ്റ്റോറേഷൻ പ്രോസസ്സസ് നടക്കുന്ന സമയത്ത് ബ്രെയിൻ ഒരല്പം ചുരുങ്ങും. ചില പഠനങ്ങൾ കാണിക്കുന്നത് ബ്രെയിൻ ഒരു 6% വരെ ചുരുങ്ങാൻ സാധ്യതയുണ്ടെന്നാണ്. ഈ സമയത്ത് ബ്രെയിനിനെ കുളിപ്പിച്ച് നടക്കുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ബ്രെയിനിനുള്ളിൽ കയറി അവിടെ അടഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ ടോക്സിൻസിനെയും ഒക്കെ എടുത്ത്, എല്ലാ അഴുക്കുകളൊക്കെ എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പം നമ്മൾ നന്നായി ഉറങ്ങിയില്ലെങ്കിൽ, അതായത് ഒരു 7-8 മണിക്കൂർ നമുക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ, ഈ ബ്രെയിൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഈ കാര്യങ്ങളെല്ലാം താറുമാറാകും. ഇതാണ് ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ്. നല്ല ഉറക്കം നല്ല ആരോഗ്യത്തിന് അനിവാര്യമാണ്. That is the takeaway message from today's video. Sleep well, live well. Thank you.